പ്രധാന പ്രശ്നത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് UDF സർക്കാർ അധികാരം ഏറ്റതിന് ശേഷം കേരളത്തിലെ ആരോഗ്യ മേഖല ഗുരുതരമായ പ്രതിസന്ധിയിലാണ് എന്നാണ് ഇന്ന് വാർത്താമാധ്യമങ്ങളെല്ലാം ഗൗരവപൂർവം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഗുരുതരമായ രീതിയിൽ പകർച്ചവ്യാധികൾ കേരളത്തിലെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ വലിയ രീതിയിൽ ഉത്കണ്ഠപ്പെടുന്ന അവസ്ഥ ജനങ്ങൾക്ക് നൽകിയ സന്ദർഭത്തിൽ ജനങ്ങൾ ആശങ്ക, ഉത്കണ്ഠ, എന്താണ് ഭാവി എന്നതിനെപ്പറ്റി വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിലാണ് വകുപ്പ് മേധാവികൾ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയുമായി DHSുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടക്കേണ്ടിയിരുന്ന അവലോകന യോഗം പോലും നടത്താൻ സാധിച്ചില്ല. ഇത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരു പുതിയ സംഭവമാണ്. ഇത്ര ഗുരുതരമായ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റിനാവുന്നില്ല എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. അവിടെ KJ റീനയായിരുന്നു ഡയറക്ടർ. ഗവൺമെന്റിന്റെ താല്പര്യം വെച്ച് അവരെ സ്ഥലം മാറ്റുകയും തരം താഴ്ത്തുകയും ചെയ്തു. അവര് ട്രിബ്യൂണൽ പോയി, കോടതിയിൽ പോയി, അത് റദ്ദാക്കി ഓഫീസിലേക്ക് ഇന്നലെ പോയപ്പോ അവിടെ ഡോക്ടർ V മീനാക്ഷി ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് താൽക്കാലിക ഡയറക്ടറായിട്ട് കസേരയിലിരിക്കുകയാണ്. പത്രങ്ങൾ പറഞ്ഞത്, മാധ്യമങ്ങൾ പറഞ്ഞത്, ഇവർ രണ്ടുപേരും DHSന്റെ ഡയറക്ടർ ഓഫീസിൽ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന നില ഉണ്ടായി എന്ന്. ഒരു നിലപാട് സ്വീകരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഒരു അവലോകന യോഗം പോലും കൃത്യമായി നടത്താൻ സാധിക്കാത്തൊരവസ്ഥ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. ഇനി എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തതയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പൊതുജനാരോഗ്യത്തെ അപകടപ്പെടുത്തുന്ന ഈ നീക്കം അടിയന്തരമായും അവസാനിപ്പിക്കാനും പ്രശ്നത്തിൽ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടാനും തയ്യാറാവണം എന്നാണ് അത് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. യഥാർത്ഥത്തിൽ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ഇന്നലെ മുതലേ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചർച്ചയുടെ ഭാഗമായി ഇപ്പോൾ ചാനൽ ചർച്ചയുണ്ട്, അതുപോലെ തന്നെ പത്രത്തിലെ ചർച്ചയുണ്ട്, എല്ലാ ചർച്ചയുണ്ട്. ഇന്ന് ആ ബഡ്ജറ്റിനെ സംബന്ധിച്ച് നിരവധി പേജുകൾ അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് പത്രങ്ങളൊക്കെ. പ്രത്യേകിച്ച് അതിനു വേണ്ടി തന്നെ നിലകൊള്ളുന്ന ചില പത്രങ്ങളുണ്ടല്ലോ, അവരൊക്കെ. പക്ഷേ ആ പത്രം തന്നെ അതിൻ്റെ ഒന്നാമത്തെ പേജിൽ, പരസ്യം കഴിഞ്ഞ ഒന്നാമത്തെ പേജിൽ ഒരു വാർത്ത നൽകുകയുണ്ടായിട്ടുണ്ട്. പദ്ധതിയുണ്ട്, പണം എവിടെ? ഇതാണ് ബഡ്ജറ്റിന്റെ ആകെ ചുരുക്കം. ഞാൻ പത്രത്തിന്റെ പേരൊന്നും പറയുന്നില്ല. ഇതാണ് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട അതിന്റെ കാതലായ പ്രശ്നം. ധാരാളം പദ്ധതികളുണ്ട്, പക്ഷെ പണം ഇവിടെ എന്നാണ്. എന്നിട്ട് ആ പത്രം തന്നെ പറയാണ്, അതിന്റെ ശരീരം മുഴുവൻ ഇതിന്റെ പരസ്യാട്ടോ, ബഡ്ജറ്റിന്റെ നേട്ടവും കാര്യങ്ങളൊക്കെയാണ്. അതിനുള്ളിന്റെ ഉള്ളിൽ വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊന്നും ഇക്കൊല്ലം നടപ്പിലാക്കാൻ കഴിയുന്നതല്ല. തുടങ്ങി വെക്കാനേ സാധിക്കുള്ളൂ, കല്ലിടാൻ പറ്റും, കടലാസിലാണ് പദ്ധതി. ഇതാണ് യഥാർത്ഥത്തിൽ ബഡ്ജറ്റിന്റെ ഇന്നത്തെ
ഈ പ്രധാനപ്പെട്ട പത്രം തന്നെ പറഞ്ഞതാണ് ഇതിൻ്റെ കാതലായ പ്രശ്നം. എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണത്തിനുള്ള ആമുഖ പ്രഭാഷണമാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ബഡ്ജറ്റ് പ്രസംഗമായി അവതരിപ്പിച്ചത്. ധാരാളം പദ്ധതികളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമുക്കതിനെയെല്ലാം ഒരു 3-4 ഭാഗമായിട്ട് മാറ്റാൻ കഴിയും. അതിലൊന്നാമത്തെ കാര്യം, ഒരു സംശയമില്ലാതെ എല്ലാവരും പറയുകയും മുഖ്യമന്ത്രി തന്നെ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള സ്വകാര്യവൽക്കരണമാണ്. ഇപ്പൊ ഇവിടെ ഞാനൊരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുക. നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ട് അടച്ചുപൂട്ടാനും അതിൻ്റെ സ്വത്തുമെല്ലാം കോർപ്പറേറ്റുകൾക്ക് ഉൾപ്പെടെ നൽകാനും തീരുമാനിക്കപ്പെടുന്ന സാഹചര്യം എന്ന് പറയുന്നത് നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ നേരെ എതിർവശമാണ് എന്ന് വളരെ വ്യക്തതയോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ വിപരീത ദശയിലാണ് യഥാർത്ഥത്തിൽ കേരള ഗവൺമെന്റ് ഇപ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റിലൂടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട അവരുന്നയിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ ധാതു സമ്പത്ത്, റെയർ എർത്ത് ഉൾപ്പെടെ കോർപ്പറേറ്റുകൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം ദക്ഷിണ കേരളം, പ്രത്യേകിച്ച് ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം മേഖലയാക്കി തിരിച്ച് ഓരോരോ ഭാഗം ആയി എടുത്ത് വിവിധ പേരുകളിലാണ് അത് വിളിക്കുന്നത്. അത് ഒന്ന് അവർ പറയുന്നത് വിഷൻ സമുദ്ര, ഒരു പ്രധാനപ്പെട്ട പേരിട്ട് വിളിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ റെയർ എർത്തിന്റെ ഖനനത്തിന് ഇന്നേ വരെ കേരളം കഴിഞ്ഞ 10 കൊല്ലക്കാലം പ്രത്യേകിച്ചും ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനത്തെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി സ്വകാര്യ കുത്തകകൾക്ക് നൽകാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് അതിനു വേണ്ടി പല പേരുകളും കണ്ടെത്തി വിളിക്കുന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ലാൻഡ് ബാങ്കാണ്. 1969 ഒക്ടോബർ 14 കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം കേരളം പാസാക്കിയത്. അതിന്റെ തുടർച്ചയിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായി വലിയ പോരാട്ടങ്ങളും സമരങ്ങളും രക്തസാക്ഷിത്വങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് 1970 മുതൽ. അങ്ങനെ 36 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് അന്ന് 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി ലഭിക്കുകയുണ്ടായി. ആ 69 കഴിഞ്ഞ് നിയമം പാസാക്കി കഴിഞ്ഞപ്പോൾ ആ ഗവൺമെന്റ് പോയി. ആ ഗവൺമെന്റ് പോയതിനു ശേഷം പിന്നെ വന്ന ഗവൺമെന്റുകൾ കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമത്തിന്റെ കൃത്യമായ ആനുകൂല്യങ്ങൾ, ഭൂമി ഉൾപ്പെടെ, നേരത്തെ പറഞ്ഞ കുടികിടപ്പൊക്കെയാണ് കിട്ടിയത്. ലക്ഷക്കണക്കിന് ഭൂരഹിതരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗമുണ്ട്, ദരിദ്ര കൃഷിക്കാരുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്. ഇവർക്കെല്ലാം ഭൂമി കിട്ടേണ്ടതാണ്. ആ ഭൂമി യഥാർത്ഥത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് മാറി അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ഇഷ്ടദാനം ഉൾപ്പെടെയുള്ള വിവിധ പേരുകളിൽ മിച്ചഭൂമി ഇല്ലാതാക്കാനും അന്നത്തെ ജന്മിമാർ ഉൾപ്പെടെയുള്ള ഭൂപ്രഭുക്കന്മാർ അന്നു മുതലേ കേസിൽപ്പെട്ട് ഉൾപ്പെടുത്തി നിൽക്കുകയും ചെയ്യുന്ന ഭൂമി ഉൾപ്പെടെ സാധാരണക്കാരായ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് നൽകുന്നതാണ് ഭൂപരിഷ്കരണത്തിന്റെ തുടർച്ചയിൽ വേണ്ടത്.
ഒരിഞ്ച് ഭൂമിയില്ലാത്ത പട്ടികവർഗ വിഭാഗമുണ്ട്. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് പറഞ്ഞിരുന്നത് അവർക്ക് 1 ഏക്കർ ഭൂമി വീതം കൊടുക്കുമെന്നാണ്. കുറെ കൊടുക്കാനായി, കുറെ കൊടുക്കാനായിട്ടില്ല. അത്തരം ഗവൺമെന്റിന്റെ കയ്യിലേക്ക് വരുന്ന ഭൂമികളെല്ലാം ഇവിടെ ഈ പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെ പ്രത്യേകിച്ച് പട്ടികവർഗം ഗോത്ര വിഭാഗം ഒരു തരി ഭൂമിയില്ലാത്ത ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കൃഷിക്ക് വേണ്ടിയും അതുപോലെ വീട് വെക്കാനും വേണ്ടി മിനിമം 1 ഏക്കർ ഭൂമിയെങ്കിലും നൽകണം എന്ന ഈ കേരളത്തിന്റെ ആവശ്യം പൂർണ്ണമായും ഇല്ലായ്മ ചെയ്ത് ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഇവിടെ കോർപ്പറേറ്റുകൾക്ക് ഭൂമി നൽകാനുള്ള കുൽസിത ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് അതിനെയും നമുക്ക് കാണാൻ കഴിയും. നെടുമ്പാശ്ശേരി എയർപോർട്ട് ഉൾപ്പെടെ ഇപ്പോഴത്തെ തിരുവനന്തപുരമൊക്കെ അദാനിയുടെ കയ്യിൽ തന്നെയാണ്. അതും വിൽക്കുന്നതിനെ പറ്റിയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഭാഗത്ത് സമുദ്രതീരം മുഴുവൻ, പ്രത്യേകിച്ച് ആലപ്പുഴ കൊല്ലം മേഖല ഉൾപ്പെടെ തുറമുഖങ്ങൾ, എയർപോർട്ടുകൾ, ആകാശവും ഭൂമിയും വെള്ളവുമെല്ലാം സ്വകാര്യവൽക്കരിക്കുന്ന പ്രക്രിയക്ക് വിധേയപ്പെടുത്തുന്ന, നേരത്തെ ധവളപത്രത്തിൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെല്ലാം ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടും പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് സത്യം. മനോരമ പറഞ്ഞതുപോലെ എവിടുന്നാണ് ഈ പണം എന്ന ചോദ്യം പൊതുവെ കേരളം മുഴുവൻ ചോദിച്ചപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി പറഞ്ഞത് സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ്. ഞാൻ മറച്ചു വെക്കുന്നില്ല, ഞാൻ കണ്ടതാണ് ആ പത്രസമ്മേളനം, ഞാൻ മറച്ചു വെക്കുന്നില്ല. സ്വകാര്യ മൂലധനത്തെ പൂർണ്ണമായി ആശ്രയിക്കാതെ കേരളത്തെ എങ്ങനെയാണ് വളരാനാവുക എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ ഭൂമിയും നമ്മുടെ ആകാശവും നമ്മുടെ ജലാശയങ്ങളും, പ്രത്യേകിച്ച് കടൽ ഉൾപ്പെടെ, സീപോർട്ടും എയർപോർട്ടും ഉൾപ്പെടെ എല്ലാം വിൽപ്പനക്ക് വെച്ച് പണം അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരം പോയതുമായി ബന്ധപ്പെട്ട് ചർച്ച ഉയർന്നു വന്നപ്പോൾ എന്തായിരുന്നു എന്ന ചോദ്യം പ്രധാനമായിരുന്നു. അപ്പോൾ ഇപ്പോൾ വളരെ വ്യക്തമായി, ധവളപത്രത്തോടുകൂടി കുറേയും കൂടി വ്യക്തമായി, ഇപ്പോൾ കൃത്യതയോടുകൂടി മനസ്സിലായി, അത് ഇതെല്ലാം വിൽക്കാനാണ്, അദാനിക്ക് വേണ്ടിയാണ്. അദാനിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഇതിന്റെ എല്ലാം ഒരു പ്രഭവ കേന്ദ്രമായി നിൽക്കുന്ന സോഴ്സ്. അവർക്ക് വിൽക്കുന്നതിന് വേണ്ടിയാണ് നമുക്കിത് ഈ ബഡ്ജറ്റിന്റെ സൂക്ഷ്മാംശം പരിശോധിക്കുമ്പോൾ അതിന്റെ രാഷ്ട്രീയ വശം നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ഏതാണ്ട് അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോ ഒരു സംശയം തീർക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം കേട്ടുവരികയാണ്. ഞങ്ങൾ തീരുമാനിക്കുന്ന ക്ഷേമ പെൻഷന്റെ വർധനവ് ഒന്നാമത്തെ ബഡ്ജറ്റിൽ അംഗീകരിക്കുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ കേട്ടോ ആണെങ്കിൽ ഒറ്റ അക്ഷരം മുണ്ടിയിട്ട് 3000 രൂപയാണ് അവർ പ്രഖ്യാപിച്ചത്. ആ 3000 രൂപ ഞാൻ എൻ്റെ എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആദ്യത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞത്. എവിടെ പ്രഖ്യാപിച്ചില്ല എന്ന് മാത്രമല്ല, ക്ഷേമ പെൻഷനെ പറ്റി ഒരു അക്ഷരം മുണ്ടിയിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ടാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്, പക്ഷെ അതില്ല.
ലൈഫ് പദ്ധതി 5 ലക്ഷത്തിലധികം ആളുകൾക്ക് വീട് കൊടുത്തൊരു പദ്ധതിയാണ്. ഇനി കൊടുക്കാൻ ബാക്കിയല്ല, കൊടുത്ത പദ്ധതിയാണ്. ഇപ്പോഴും നിരവധിയായ 1 ലക്ഷത്തിലധികം ആളുകളുടെ വീടിന്റെ പണി പല ഘട്ടങ്ങളിലായി നിൽക്കുകയാണ്. ഒരു പരാമർശവും ഇല്ല. ഇപ്പോൾ പാർപ്പിടവുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് മനുഷ്യനെ ബാധിക്കുന്ന ഈ പ്രശ്നത്തിൽ ഫലപ്രദമായ ഒരു മറുപടിയും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് അല്ല ഇത് എന്ന് നമുക്ക് മനസ്സിലാവും. കുടുംബശ്രീ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു ലോകം ശ്രദ്ധിച്ച ഒന്നാണ് കുടുംബശ്രീ. ആ കുടുംബശ്രീ പദ്ധതി യഥാർത്ഥത്തിൽ ഒന്നും തന്നെ പുതുതായിട്ട് നൽകുന്നില്ല എന്ന് മാത്രമല്ല, മുമ്പത്തെ ഗവൺമെന്റ് ചൂണ്ടിക്കാണിച്ചത് തന്നെ കുറക്കുകയാണ്. വയോജനക്ഷേമം വകുപ്പുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വയോജനക്ഷേമത്തിന് വേണ്ടി പണം നീക്കി വെക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. തൊഴിലുറപ്പ് പദ്ധതി അതിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ മാറ്റി പുതിയ പദ്ധതിയായിട്ട് വരുമ്പോൾ ഗവൺമെന്റ് 40%, കേരള ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് ചെലവിന്റെ 40% അതിനുവേണ്ടി നീക്കി വെക്കണം. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ബൂസ്റ്റർ ഫണ്ട് എന്ന രീതിയിൽ 1000 രൂപ വെച്ചതാണ്. ഇപ്പോൾ ബൂസ്റ്റർ ഫണ്ടേ ഇല്ല. പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ അവരിപ്പം പറഞ്ഞിട്ടുള്ളത് 2200 കോടി രൂപയെങ്കിലും കേരളം കേന്ദ്രത്തിന് അല്ലെങ്കിൽ വിഹിതമായി അംഗീകരിക്കണം. അത് അംഗീകരിച്ചാൽ മാത്രമേ തൊഴിൽ ദിനങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങോട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കൂ. ആ 2200 കോടിക്ക് പകരം ഇവിടെ 1400 കോടി രൂപയെ മാത്രമേ മാറ്റിവെച്ചിട്ടുള്ളൂ പദ്ധതിക്ക് വേണ്ടി. എന്ന് പറഞ്ഞാൽ ഒരു വലിയ തുക ഇനിയും കൊടുത്താൽ മാത്രമേ പദ്ധതി ആരംഭിക്കാൻ സാധിക്കുള്ളൂ. ജൂലൈ മാസം മുതൽ വേണമെന്നാണ്. അതിന് ഈ ബഡ്ജറ്റിൽ ചൂണ്ടിക്കാണിച്ചത് 1400 കോടി മാത്രമാണ്. 2200 കോടി മിനിമം വേണം. എങ്കിൽ മാത്രമേ ഈ പരിപാടി നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. സംസ്ഥാന ഗവൺമെന്റ് തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. അത് ഇതിൽ ഒരു നയാ പൈസയും മാറ്റിവെച്ചിട്ടില്ല. ഇപ്പോൾ നഗരമേഖലയിലുള്ള തൊഴിലുറപ്പ് പദ്ധതി പൂർണ്ണമായിട്ടും അയ്യങ്കാളിയുടെ പേരിലുള്ളതാണ്. അത് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേപോലെ ട്രൈബൽ മേഖലയിൽ ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിൽ കേരളം ട്രൈബൽ പ്ലസ് എന്നൊരു പദ്ധതി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയിരുന്നു. എന്ന് പറഞ്ഞാൽ പട്ടികവർഗ മേഖലയിലെ തൊഴിലാളികൾക്ക് ഒരു കൊല്ലം 200 ദിവസത്തെ ജോലി, അതാണ് ട്രൈബൽ പ്ലസ് എന്ന് പറഞ്ഞിട്ട് നടപ്പിലാക്കിയത്. യാതൊരു മുണ്ടാട്ടവും ഇല്ല. യഥാർത്ഥത്തിൽ ഈ പട്ടികവർഗ മേഖലയിൽ ഈ ട്രൈബൽ പ്ലസ് കൂടി വന്നപ്പോഴാണ് അതിദാരിദ്ര്യം അവസാനിപ്പിക്കാൻ നമുക്ക് സാധിച്ചത്. അവർക്ക് ജോലി 200 ദിവസത്തെ ജോലി കിട്ടുക. സാധാരണ താഴെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു അംശം പോലും കിട്ടുന്നില്ല. 100 ദിവസമൊക്കെയാണ് പറയാതെ, അതൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ 125 ദിവസം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പദ്ധതി ആസൂത്രണം ചെയ്യാൻ അവർ തീരുമാനിച്ചത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അവസാനിപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പരിപാടി ആരോഗ്യ മേഖലയിൽ പൊതുവെ തന്നെ 1000 കോടി രൂപയുടെ ഒരു കുറവ് വരുത്തിയിരിക്കുകയാണ്. ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് മുൻ ഗവൺമെന്റ് നൽകിയ തുകയിൽ നിന്ന് 1000 കോടി രൂപയുടെ കുറവാണ് ആരോഗ്യ മേഖലയിൽ മാത്രം വരുത്തിയിട്ടുള്ളത്. കാരുണ്യ പദ്ധതിയുടെ ഭാഗമായിട്ടും ഫണ്ട് 89 കോടി രൂപയുടെ ഫണ്ട് കുറച്ചിരിക്കുകയാണ്. ആശ്വാസകിരണം പദ്ധതി അതും കുറച്ചിരിക്കുകയാണ്. ഇങ്ങനെ ആരോഗ്യ മേഖല ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ ഇന്ത്യയുടെ മുന്നിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിന്റെ ഈ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രശ്നം ഗുരുതരമാക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെയേറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം,
ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ട് ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു കുടുംബ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് പദ്ധതി, അത് ഇന്ദിരാഗാന്ധിയുടെ ഭാഗമായിട്ടാണ് പേര് ഉമ്മൻചാണ്ടിന്റെ പേര് കൂടി കൊടുത്തിരിക്കുകയാണ്. അത് നടപ്പിലാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ 90 ലക്ഷം കുടുംബമുണ്ട്. 25 ലക്ഷം ഉറുപ്പിയാണ് അതിൽ പറയുന്നത്. നീക്കി വെച്ചത് 10 കോടി ഉറുപ്പിയാണ്. എന്ത് ചെയ്യാനാണ്? DPR തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. DPR തയ്യാറാക്കേണ്ട ഒരു കാര്യം, എത്രയോ ഇൻഷുറൻസ് കമ്പനികളുണ്ട്, അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് തീരുമാനമെടുക്കുകയേ കൊണ്ടു. അത് തീരുമാനിക്കുമ്പോൾ ഈ 90 ലക്ഷം കുടുംബങ്ങൾക്ക് 25 ലക്ഷം റുപ്യ വരെ കിട്ടത്തക്ക രീതിയിലുള്ള ഈ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ നൂറുകണക്കിന് കോടി, ആയിരക്കണക്കിന് കോടി റുപ്യ വേണം. നിങ്ങൾ കണക്കൂട്ടി നോക്കിയാൽ മതി എവിടെയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ മുദ്രാവാക്യപരമായിട്ട് എഴുതി വെക്കുന്നതിന്റെ അപ്പുറത്ത് പ്രാവർത്തികമാകുന്ന ഒരു കാര്യവും ഇല്ല. കല്ലിടാനും കടലാസിലും കാണുന്നതിന്റെ അപ്പുറത്ത് പ്രായോഗികമാകുന്ന സ്ഥിതിയല്ല ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ ഈ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ PM ശ്രീ പദ്ധതി. അത് നടപ്പിലാക്കാതെ ഇരിക്കാനാവില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഞ്ചാബിൽ മുമ്പ് നടപ്പിലാക്കിയിട്ട് 9 മാസം കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് പിൻവലിച്ചതാണ്. കേരള ഗവൺമെന്റ് ഈ പരിപാടി ഞങ്ങൾ ഇപ്പോഴും നടപ്പിലാക്കാൻ ഉദ്ദേശിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മരവിപ്പിച്ചതുമാണ്. മരവിപ്പിച്ചു എന്ന പദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യമില്ല. മരവിപ്പിച്ച് ഇത്രയും മാസം എത്തിയല്ലോ, തുടങ്ങിയിട്ടില്ലല്ലോ. ഏത് ബ്ലോക്കാണ്, ഏത് സ്കൂളുകളാണ് എന്നുള്ള പേര് പോലും കൊടുത്തിട്ടില്ല. ആദ്യം പണം വാങ്ങി എന്നൊക്കെയുള്ള കളവാണ് പറഞ്ഞത്, അതിപ്പോ മാറ്റി. PMCയുടെ ഭാഗമായിട്ട് ഒരു പൈസയും കിട്ടിയിട്ടില്ല, കൊടുക്കുന്നില്ല. കാരണം എങ്ങനെയാണ്, എവിടെയാണ് നടപ്പിലാക്കുന്ന പാടില്ല, ഏത് സ്കൂളിലാണെന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല. PM ശ്രീ പറയുന്നതിനേക്കാളെല്ലാം മെച്ചപ്പെട്ട സ്കൂളുകളാണ് കേരളത്തിലുള്ളത്, ഇപ്പൊ തന്നെ നിലവിലുള്ളത്. അപ്പോൾ കാവ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് ചവറ്റുകൊട്ടയിൽ എറിയും, അറബിക്കടലിലേക്ക് താഴ്ത്തും എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പോൾ PMC പദ്ധതി നടപ്പിലാക്കാൻ ഒരുമ്പിട്ടിറങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. അപ്പൊ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച, തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അതിനു മുമ്പും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം U-ടേൺ അടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഇന്ധനവില കൂടുമ്പോൾ സംസ്ഥാന സർക്കാർ അധിക വരുമാനം വേണ്ടെന്ന് വെക്കണം എന്നായിരുന്നു അവരുടെ തീരുമാനം. വി. ഡി. സതീശൻ 1 മാസം കഴിഞ്ഞിട്ടും ഈ ബഡ്ജറ്റിന്റെ അകത്ത് ഉൾപ്പെടെ ഈ കാര്യത്തെ സംബന്ധിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. സംസ്ഥാനത്തിന് ലഭിക്കുന്ന ഈ ആനുകൂല്യം വേണ്ടെന്ന് വെക്കുവാൻ തീരുമാനിച്ചിട്ടും ഇല്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാവുന്നതാണ്. അതേപോലെ ജനക്ഷേമപരമായ നിലപാടുകളെ മുഴുവൻ അട്ടിമറിച്ച് കോർപ്പറേറ്റുകൾക്ക് പൂർണ്ണമായിട്ടും പിന്തുണ നൽകുന്ന ഈ ഗവൺമെന്റിന്റെ കൃത്യമായ പ്രഖ്യാപനമാണ് ബഡ്ജറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷമല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ്, ഞങ്ങളാണ് ആ സ്ഥാനത്ത് വരുന്നത്. അതിന്റെ ഫാക്ട്സ് എന്റെ കയ്യിലുണ്ട്. എന്താണ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അദാനിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പോർട്ട് ഏൽപ്പിച്ചത് ഇതിന്റെ ഭാഗമാണ്. അപ്പോഴാണ് അവിടെ തന്നെ പറഞ്ഞത്, അത് ഞങ്ങളല്ല, ഉമ്മൻചാണ്ടിന്റെ കാലത്താണ് കരാറുണ്ടാക്കിയത് എന്ന് പറഞ്ഞപ്പോ പിന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഞങ്ങളാണ് ലെഫ്റ്റ് എന്ന് ഇവിടെ വി. ഡി. സതീശനും അവിടെ രാഹുൽ ഗാന്ധിയും പറയുന്നതിന് യാതൊരു അടിസ്ഥാനമില്ല എന്ന് മാത്രമല്ല,
വലതുപക്ഷത്തിന്റെ അങ്ങേയറ്റത്തെ ഉദാരവൽക്കരണ നിലപാടിന്റെ, സാമ്രാജ്യത്വവൽക്കരണത്തിന്റെ, സ്വകാര്യവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് UDF ഗവൺമെന്റിന്റെ ഒന്നാമത്തെ മാസം പ്രഖ്യാപിച്ചിട്ടുള്ള ബഡ്ജറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ നമുക്കെല്ലാം കൃത്യമായിട്ട് അറിയുന്നത് പോലെ ജൻസി എന്ന പേരിൽ ഇപ്പോൾ ഇവിടെ വളരെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല അതാണ്. ആ പേരല്ലാതെ യുവാക്കൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നും തന്നെ ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, നോളജ് എക്കണോമി മിഷൻ, കെയർഡെസ്ക് തുടങ്ങിയവയെ പറ്റി ഒരു പരാമർശം പോലും ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടില്ല. കഴിഞ്ഞ ബഡ്ജറ്റിൽ 150 കോടി രൂപ നീക്കിവെച്ച സ്റ്റാർട്ടപ്പ് മിഷൻ നമ്മുടെ കേരളത്തിന്റെ അഭിമാനകരമായ ഒരു പദ്ധതിയായിരുന്നു. നിരവധിയായ പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളതാണ്. സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ ഹബ്ബ്, ഗവേഷണ കേന്ദ്രങ്ങൾ, സ്മാർട്ട് വ്യവസായം തുടങ്ങിയ മുഴുവൻ മേഖലയുമായി ബഡ്ജറ്റ് ആകെ മാറ്റിവെച്ചിട്ടുള്ളത് 50 കോടി രൂപ മാത്രമാണ്. കഴിഞ്ഞ ബഡ്ജറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പ് മിഷന് വേണ്ടി മാത്രം 150 കോടി മാറ്റിവെച്ചിരുന്നു. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും ലീവ് സറണ്ടർ അതുപോലെ തന്നെ പെൻഷൻ പരിഷ്കാരങ്ങളെല്ലാം അട്ടിമറിക്കുന്ന രീതിയിലാണ് ബഡ്ജറ്റിന്റെ നിലപാട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അവരിതെല്ലാം വലിയ ബാധ്യതയായിട്ട് ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടി വരുമെന്ന് അതിന്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞു വെക്കുകയാണ്. സ്വാഭാവികമായി ലക്ഷക്കണക്കിന് ജീവനക്കാരെയും അവരുടെ ശമ്പള പരിഷ്കരണ പ്രതീക്ഷയെയും എല്ലാം അട്ടിമറിക്കുന്ന ലീവ് സറണ്ടർ ഉൾപ്പെടെ ഉള്ള മുഴുവൻ കാര്യങ്ങളും ഇപ്പോഴും നൽകാതിരിക്കുന്ന ഒരു സമീപനമാണ് ഇതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വമ്പൻ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുകയും അതിനാവശ്യമുള്ള 1% തുക പോലും നീക്കിവെക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഈ ബഡ്ജറ്റിന്റെ പ്രത്യേകമായ ഒരു രീതി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കല്ലിലും പേപ്പറിലും മാത്രമായി അവസാനിക്കുന്ന പദ്ധതികളാണ് മിക്കവാറും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ വലിയ രീതിയിൽ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുതരം സാമ്പത്തിക പ്രതിരോധം തന്നെയാണ്. അതിപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആയതുകൊണ്ട് ഏതാണ്ട് 2 ലക്ഷം കോടിയോളം ഉറുപ്പിക നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന കേന്ദ്ര വിഹിതം ലഭിക്കാതിരിക്കുകയാണ് ചെയ്തത് ഇതിനകം തന്നെ. ഇനിയും ഒരു സംശയവും വേണ്ട, കേന്ദ്ര ഗവൺമെന്റ് നിലപാട് സംസ്ഥാനങ്ങളോട് പൊതുവെ, പ്രത്യേകിച്ച് BJP വിരുദ്ധ ഗവൺമെന്റുകളോട്, അതിലും പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെന്റുകളോട് എടുത്ത സമീപനം ഞാൻ ഈ പറഞ്ഞ പോലെ പകപോക്കൽ നിലപാട് തന്നെയാണ്, പ്രതിരോധം തന്നെയാണ്, സാമ്പത്തിക പ്രതിരോധം. ഉപരോധം രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെ. അങ്ങോട്ട് അവര് പ്രതിരോധിക്കുക, നമ്മളെ അനുവദിക്കൂല, നമുക്ക് തരില്ല. ഉപരോധം, പണം തരാതിരിക്കുകയാണ് നമുക്ക്. അങ്ങനെയുള്ള പരിസ്ഥിതിയിലാണ് നമ്മൾ ഈ പറഞ്ഞ ജനക്ഷേമകരമായ കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്തു നിന്നുകൊണ്ട് നടത്തിയത്. ഇപ്പോഴീ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടും നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച രീതിയിലുള്ള ധവളപത്രത്തിലും ഒരക്ഷരം കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് ഉരിയാടിയിട്ടില്ല, മിണ്ടിയിട്ടില്ല. എത്ര കാലമാണ് ഇങ്ങനെ പോകാൻ സാധിക്കുക? ഗവർണർ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ അത്യപൂർവമായ സംഭവമാണ്. മുമ്പ് ശ്രമിച്ചപ്പോ അന്ന് കേരള ഗവൺമെന്റ് അതിനെ അനുവദിച്ചില്ല. ഇപ്പോൾ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് കൂടി ചെയ്യാൻ അവകാശമുണ്ട് എന്ന രീതിയിൽ
ഗവർണറുടെ ഓഫീസും ഗവർണറും നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉന്നത മേഖലയിലുള്ള ഉദ്യോഗസ്ഥർ ആ യോഗങ്ങളിൽ പങ്കെടുക്കുകയാണ്. അങ്ങനെ യോഗം വിളിച്ചതിനെ സംബന്ധിച്ചും യോഗത്തിൽ പങ്കെടുത്തതിനെ സംബന്ധിച്ചും എനിക്കറിവുണ്ടായിരുന്നില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ്. ഇതുപോലെ ഒരു സ്ഥിതി ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ? ഗവർണർ വിളിച്ചു ചേർത്ത യോഗം, ആ യോഗത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് മാറി നിൽക്കുന്നതിന് പകരം ആ യോഗത്തിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം പത്രക്കാർ ചോദിച്ചപ്പോൾ പറയുന്നത്, ഞാൻ ഇങ്ങനെ ഒരു യോഗം വിളിച്ചത് അറിയുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇതെല്ലാം കെടുകാര്യസ്ഥയുടെ അങ്ങേയറ്റാണ്. മുമ്പ് ഇങ്ങനെ യോഗം വിളിച്ചു ചേർത്തപ്പോൾ ഗവൺമെന്റ് തന്നെ അതിശക്തിയായിട്ട് അതിനെ എതിർക്കുകയും യോഗത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്ത അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോഴാണ് ഈ രീതിയിൽ കാവ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഗവർണറുടെ ശ്രദ്ധയിൽ, അവരുടെ കൃത്യമായ പ്രോഗ്രാമിൽ, അതിന്റെ ഭാഗമായിട്ടുള്ള അജണ്ടയിൽ കേരള ഗവൺമെന്റ് കുടുങ്ങുന്നത് എന്നുള്ളത് ഗൗരവപൂർവം കാണേണ്ടതുണ്ട്. വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതും സെനറ്റ് അംഗങ്ങളെ തീരുമാനിക്കുന്നതും പൂർണ്ണമായിട്ടും BJPയുടെ RSSന്റെ പ്രമുഖ വ്യക്തികളായി മാറുമ്പോഴും ഒരു പ്രതിഷേധവും മാറുന്നില്ല. എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള നിലപാടില്ല. ഗവർണർ കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെയുള്ള നിരവധി തലങ്ങളിലുള്ള കാവ്യവൽക്കരണ പ്രക്രിയയിൽ പൂർണ്ണമായിട്ടും കൂട്ടുനിൽക്കുകയാണ്. പ്രതിഷേധിക്കാൻ പോലും വേണ്ടത്ര സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നീട് ഇതിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഴുവൻ കുറ്റവും LDF സർക്കാരിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. അപ്പോ ബഡ്ജറ്റിന്റെ ഭാഗമായി നേരത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിലും പിന്നെ ഈ പറയുന്ന രീതിയിലുള്ള ധവളപത്രത്തിലുമെല്ലാം BJPക്ക് അനുകൂലമായി, എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനെ ശക്തിയായിട്ട് എതിർക്കുന്നതിന് പകരം കേരളത്തിന്റെ പരിമിതിയെ സംബന്ധിച്ചും അതിന്റെ ഭാഗമായിട്ട് അന്ന് കൈകാര്യം ചെയ്ത LDF ഗവൺമെന്റിനെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ആദ്യം പറഞ്ഞിരുന്നത് പൂച്ച പെറ്റ ഒരു ഖജനാവാണ് കിട്ടിയതെന്ന്. അതൊക്കെ പിന്നെ അവർ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെ മാറ്റേണ്ടി വന്നു. ആ മാറ്റിയിട്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. മാത്രമല്ല, സംസ്ഥാന ആസൂത്രണ ബോർഡിനെ ആസൂത്രണ ചുമതലയിൽ നിന്നും മാറ്റി ഉപദേശ സമിതി എന്ന രീതിയിൽ ഉണ്ടാക്കാനാണ് തിങ്ക് ടാങ്ക് എന്ന പുതിയ പേര് കൊടുത്ത് ഉപദേശിച്ച വേറെ കാര്യങ്ങളൊന്നും നിർവഹിക്കേണ്ടതില്ല എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത്. യഥാർത്ഥത്തിൽ ഇതെല്ലാം കാണിക്കുന്നത് കേരളം നേടിയ ലോകത്തിന്റെ മുമ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇടതുപക്ഷ ബദൽ പൂർണ്ണമായിട്ടും തകർത്ത് വലതുപക്ഷ സ്വകാര്യവൽക്കരണത്തിന്റെയും സമ്പത്തിന്റെ കൊള്ളയുടെയും ഒരു തലത്തിലേക്ക് കേരളത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴിവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ മേഖലയിലുള്ള ശ്രമം എന്ന കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ബഡ്ജറ്റ് യഥാർത്ഥത്തിൽ ജനങ്ങളെ വഞ്ചിക്കുന്നതും സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കോർപ്പറേറ്റുകൾക്ക് പൂർണ്ണമായിട്ട് കേരളത്തെ തീരെഴുതി കൊടുക്കാൻ പ്രായത്തിലുള്ള ആ തരത്തിലുള്ള ഒന്നായിട്ടാണ് മാറിയിട്ടുള്ളത് എന്ന് ഇന്നലത്തെയും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയുടെ ഭാഗമായിട്ട് കൂടി ബഡ്ജറ്റിനെ പരിശോധിക്കുമ്പോൾ കാണാനാവും. പത്രം പറഞ്ഞതുപോലെ പദ്ധതിയുണ്ട്, പക്ഷേ പണം എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരവില്ല. ആ ഉത്തരം കണ്ടെത്താൻ അവർക്കാവുന്നുമില്ല. ഏതൊക്കെ മേഖലയിൽ നിന്നാണ് സ്വകാര്യ മേഖലയിലേക്ക് പണം വരാൻ പോകുന്നത് എന്ന കാര്യത്തിന്റെ വിശദീകരണം പോലും നൽകാൻ അവർക്കായിട്ടുമില്ല. അപ്പോൾ നടക്കാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ ചേർത്ത് പെരുപ്പിച്ച് വലിയ ജനശ്രദ്ധ നേടുന്നു എന്നുള്ള പ്രചാരവേദിയിലൂടെ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ചില ശ്രമങ്ങൾ മാത്രമാണ് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. യാഥാർത്ഥ്യബോധമുള്ളതല്ല എന്നതാണ് ഇതിന്റെ രത്നചുരുക്കം എന്ന രീതിയിൽ പറയാനുള്ളത്. പക്ഷേ ഈ പണം കണ്ടെത്തുന്നതിന്റെ സ്വകാര്യ നിക്ഷേപത്തെ കുറിച്ച് പറയുന്നു. പക്ഷേ ഈ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞിരുന്ന ഭാഗം ഈ സ്വർണത്തിന്റെ വിപണി, അതിൽ നിന്ന് ലഭിക്കുന്ന ടേൺ ഓവറിന്റെ അനുസരിച്ചിട്ടുള്ള നികുതി കേരളത്തിൽ ലഭിക്കുന്നത് ഏകദേശം 15,000 കോടി രൂപ ലഭിക്കുന്നൊക്കെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ധനസമാഹരണത്തിന്റെ ഒരു കാര്യവും ഈ ബഡ്ജറ്റിന്റെ ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നില്ല. ഒന്ന്, അതിന്റെ ഒപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്
സ്വകാര്യവൽക്കരണത്തെ സംബന്ധിച്ച് ചോദിച്ചു. ഇത് നയപരമായ മാറ്റമാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ നയം ഇത് തന്നെയാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ നയം സ്വകാര്യവൽക്കരണ നയം തന്നെയാണ്. BJP ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നിലപാടുകളെല്ലാം കോൺഗ്രസ് തുടങ്ങി വെച്ചതോ അല്ലെങ്കിൽ ആരംഭിച്ചതോ ആയ ആഗോളവൽക്കരണ നിലപാടിന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. നരസിംഹറാവു മുതൽ ഇങ്ങോട്ട് നടപ്പിലാക്കിയിട്ടുള്ള സാമ്പത്തിക നയം തന്നെയാണ് BJP ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാമ്പത്തിക നിലപാട് സംബന്ധിച്ച് അവർക്ക് കേന്ദ്രവും അതുപോലെ തന്നെ അതിന്റെ സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ UDF ഗവൺമെന്റിന്റെ നയം തമ്മിൽ വ്യത്യാസമില്ല, വൈരുദ്ധ്യമില്ല. പിന്നെ VD സതീശൻ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ പറഞ്ഞ നിരവധി കാര്യങ്ങൾ സ്വയം വിഴുങ്ങുകയാണ്. ഒന്നും തന്നെ അവർ അതിന്റെ ഗൗരവത്തിൽ കാണാനോ പ്ലാൻ എയും ബിയും സിയും ഒന്നുമില്ല എന്ന് എല്ലാവർക്കും ഇപ്പോഴും വ്യക്തമായി. പുതിയ പണം കണ്ടെത്താനുള്ള ഒരു പദ്ധതിയും ആസൂത്രണം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ബഡ്ജറ്റിലൂടെ വ്യക്തമാണ്. അതുകൊണ്ട് സ്വർണത്തിന്റെ നികുതി മാത്രമല്ല ഒരു കാര്യവും സ്വാഭാവികമായിട്ട് നമ്മൾ ബഡ്ജറ്റ് പരിശോധിച്ച് നോക്കിയാൽ ഈ പ്ലാൻ എയും ഇല്ല, ബിയും ഇല്ല, സിയും ഇല്ല. ഈ ഉപേക്ഷിക്കുന്നതിന്റെ കാര്യത്തെ പറ്റി പറഞ്ഞല്ലോ. എന്നാൽ ഈ LDF സർക്കാരിന്റെ രണ്ടാം സർക്കാരിന്റെ കാലത്ത് വ്യവസായങ്ങൾ അല്ലെങ്കിൽ സംരംഭങ്ങൾ തുടങ്ങാനായി തോട്ടഭൂമികൾ പരിവർത്തനം ചെയ്യാനുള്ള ഒരു നിയമ ഭേദഗതിയിലേക്കും അതിന്റെ ഇടപെടലിലേക്കും വന്നിരുന്നല്ലോ. അത് സമാനമായിട്ട് എപ്പോഴും നടക്കാം. അതല്ല, അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഞങ്ങൾ പറഞ്ഞുള്ളത് എന്താ പറഞ്ഞാൽ, ഇവിടെ സ്വകാര്യ ഭൂമിയുണ്ട്, തോട്ടം ഉൾപ്പെടെയുള്ള ഭൂമിയുണ്ട്. ആ ഭൂമി പരിവർത്തനം ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും സ്വകാര്യ മൂലധന നിക്ഷേപത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാനില്ല. ആ മേഖല രക്ഷപ്പെടാൻ എന്താണ് വഴി? അതിന്റെ വൈവിധ്യവൽക്കരണമാണ്. ആ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ വളരെ വളരെ ചെറിയ ചില നീക്കുപോക്കുകൾ മാത്രമേ നടത്താൻ അനുവദിച്ചിട്ടുള്ളൂ അതാത് സ്ഥലത്ത്. അത് ഇതുപോലെ ലാൻഡ് ബാങ്ക് ഉണ്ടാക്കി കോപ്പറേറ്റീവുകൾക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ആസൂത്രണം ചെയ്തതല്ല. തോട്ടം മേഖലയിൽ ഉണ്ടായിട്ടുള്ള വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ചില ചെറിയ ചെറിയ സമീപനങ്ങളാണ്, നീക്കങ്ങളാണ് നടത്താൻ അനുവദിച്ചത്. ബാക്കി തോട്ടം നിലനിർത്തിക്കൊണ്ട് തന്നെ തോട്ടത്തിന്റെ തന്നെ ഭാഗമായിട്ട് തരിശു ഭൂമിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് തന്നെ ഈ രീതിയിലുള്ള പരിപാടികൾ ചെയ്യാമെന്നാണ് നമ്മൾ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് ആ പദ്ധതിയും ഈ പദ്ധതിയും രണ്ടും രണ്ടാണ്. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിനെ സംബന്ധിച്ച്, നികുതിയെ സംബന്ധിച്ച് ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ മദ്യനയം കഴിഞ്ഞ സർക്കാർ നീക്കി, അതിന്റെ ഭാഗമായി വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഏർപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അത് വലിയ വിവാദമായി ഇപ്പോ പടരുന്നുണ്ട്. അല്ല, അത് വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ളത് കൊണ്ട് അന്ന് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ആലോചിച്ചത്, നമ്മൾ ഈ കശുവണ്ടി ഉണ്ടല്ലോ, അതിന്റെ മാങ്ങ, കശുമാങ്ങ, ആ കശുമാങ്ങയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വീര്യം കുറഞ്ഞ മദ്യത്തെ സംബന്ധിച്ചാണ്. ഇത് അതല്ല. ഇതിപ്പോഴവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീര്യത്തിന്റെ പറഞ്ഞല്ലോ ഇത്ര ശതമാനം, അത്ര 10% കുറവ്, അതുപോലെ തന്നെ 10%, 15, 20 അങ്ങനെയാണ്. അതെങ്ങനെയാ വെച്ചാൽ ഇവിടെ നിർമ്മിക്കുന്നതാണത്. മറ്റത് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട കേരളത്തിന്റെ കാർഷിക വിളവുകളിൽ നിന്ന് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന മദ്യത്തിന്റെ അത് വീര്യം കുറവായിരിക്കും. ആ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ടാക്സ് ആണ് ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഇതിപ്പോ ആർക്കും ഡിസ്പ്ലേ തുടങ്ങി വീര്യത്തിന്റെ, അതായത് ഈ സ്പിരിറ്റിന്റെ അളവ് കുറച്ച് വീര്യം കുറവാണെന്ന് പറഞ്ഞ് വിൽക്കാനുള്ള സൗകര്യം കൊടുക്കുകയാണ്. അതാണ് ഉണ്ടായത്. അതാണ് വിമർശനപരമായിട്ട് വന്നത്. അല്ല, എല്ലാ വ്യവസായത്തിനും നമ്മൾ പിന്തുണ നൽകുന്നില്ലല്ലോ. ഇമാതിരിയുള്ള വ്യവസായത്തിന് ഇപ്പൊ തന്നെ ഉണ്ടല്ലോ 200-250% ഇപ്പൊ ടാക്സ് ഉണ്ടല്ലോ. അതാണല്ലോ 100-150 കുറക്കുന്നത്. അതാ പ്രശ്നം. മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കി വിൽക്കുന്നുണ്ടെങ്കിൽ അത് കൃഷിക്കാർക്ക് കൂടി ഗുണം ചെയ്യുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ആ സന്ദർഭത്തിൽ അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ തന്നെ മന്ത്രി ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവേഷണപരമായ പഠനം വന്നപ്പോൾ നമുക്കിത് എന്തുകൊണ്ട് കേരളത്തിലെ ഈ വേസ്റ്റായി പോകുന്ന ഒന്നും ഉപയോഗിച്ചു ഒക്കെ മാത്രമല്ല, ഇത് ഈ പ്രധാനമായിട്ടും മലബാറിൽ ഈ കശുമാങ്ങിയാണ് വലിയ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഗോവയിൽ ഇഷ്ടം പോലെ ഇപ്പൊ തന്നെ കൊടുക്കുന്നുണ്ട്. അഴിമതി നടത്താനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം തന്നെ അഴിമതി എന്ന് പറയേണ്ട കാര്യം അത് തുടങ്ങിയില്ലേ ഉള്ളൂ. തുടങ്ങാൻ പോകുമ്പോ അതിനുള്ള സാധ്യതയുണ്ട്.
അതാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം CPIM ജനറൽ സെക്രട്ടറി NE ബേബി തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം, അതായത് തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർന്നുവന്നപ്പോൾ പാർട്ടിയെ കടന്നാക്രമിക്കുന്ന തരത്തിലേക്ക് അത് വളർന്നപ്പോൾ അതുമായി ബന്ധമുള്ള നേതാവ് അതിൽ ഒരു ഔചിത്യം കാരണമായിരുന്നു എന്നാണ് NE പറഞ്ഞപ്പോൾ അത് ഔചിത്യം കാട്ടുന്ന ആള് മാഷിനെയാണ്. അതെ, അത് നിങ്ങൾ സ്ഥാപിക്കുന്നില്ലേ? ഞങ്ങള് റിവ്യൂ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാം കയ്യിലുണ്ട്. ഇപ്പൊ മനോരമേന്റെയും മാധവ അത് പ്രസിദ്ധീകരിച്ചില്ല അവര്. അപ്പൊ അതെല്ലാം അതൊക്കെ പകൽ വെളിച്ചം പോലെ ജനങ്ങളുടെ കയ്യിലുള്ള രേഖ തന്നെയാണ്. അതാണ് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഏകകണ്ഠമായി അംഗീകരിച്ച രേഖ. ആ രേഖയിൽ ഏതെങ്കിലും വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി പരാമർശിച്ചിട്ടില്ല. പാർട്ടി സംഘടനാപരമായ ദൗർബല്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് പാർട്ടി സാധാരണ എല്ലാ സന്ദർഭങ്ങളിലും കാര്യങ്ങൾ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത്. ആ രീതിയാണ് പാർട്ടി കൈകാര്യം ചെയ്യാന്ന് മാത്രമേ അത് സംബന്ധിച്ച് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണത്. പാർട്ടി നിലപാടിന്റെ ഭാഗമായിട്ടുള്ള റിവ്യൂ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങളിങ്ങനെ ഓരോന്നും തിരിച്ചെടുക്കുകയാണ്. അങ്ങനെയൊന്നും ബേബി പറഞ്ഞ കാര്യത്തിന്റെ അകത്ത് വേറെ എന്തെങ്കിലും കാര്യം ഞാനിതുമായി ബന്ധപ്പെട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെയും വ്യാഖ്യാനിക്കാം. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ തലത്തിൽ വരെ ബ്രാഞ്ച് വരെ ഏതാണ്ട് 40,000-ഓളം ഘടകങ്ങൾ യോഗം ചേർന്ന് ചർച്ച ചെയ്തൊരു 3-4 ലക്ഷം ആളുകൾ പങ്കെടുത്ത് ചർച്ച ചെയ്ത് അതിൽ നിന്ന് രൂപപ്പെടുത്തിയ എല്ലാ തരത്തിലുള്ള വിമർശനവും സ്വയം വിമർശനവും നിർദ്ദേശവും എല്ലാം പരിഗണിച്ചു. ഇനിയിപ്പോൾ പൊതുജനങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. 10-25,000 ആളുകളുടെ നിർദ്ദേശം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇനി മുമ്പോട്ടേക്ക് പോകാൻ എക്സ്റ്റൻഡ് സ്റ്റേറ്റ് കമ്മിറ്റി യോഗത്തിന്റെ ഭാഗമായി കർമ്മ പദ്ധതി തയ്യാറാക്കുമ്പോൾ ആ കർമ്മ പദ്ധതിയുടെ ഭാഗമായി ആ കാര്യം കൂടി ശരിയായ രീതിയിൽ തയ്യാറാക്കി മുമ്പോട്ടേക്ക് പോകും. പാർട്ടിയും പ്രസ്ഥാനവും ആകെ ഒന്നുകൂടി ശക്തിയായി തിരിച്ചു വരുന്ന സ്ഥിതിയിലേക്ക് കേരളത്തെ എത്തിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ചർച്ചകളെല്ലാം നടത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഏകകണ്ഠമായി അംഗീകരിച്ച റിവ്യൂ റിപ്പോർട്ട് താഴെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിനിപ്പോ ചില പത്രങ്ങൾ തന്നെ നല്ല പ്രാധാന്യത്തോടു കൂടി അതിനെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. സാധാരണ ഇല്ലാതെ ഒരു കാര്യമാണ്. അവരാണെങ്കിൽ അത് ഞങ്ങൾ നൽകിയ രേഖയുടെ ആദ്യ ഭാഗം ഉൾപ്പെടെ അവരെ നമ്മൾ കാണിച്ചിട്ടുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കയ്യിൽ ഇതുണ്ട് എന്നാണ്. അവരുടെ കയ്യിലുണ്ട് രേഖ. സ്വാഭാവികമായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് അതൊന്നും മറച്ചു വെക്കാനില്ല. പത്രസമ്മേളനത്തിൽ ഞാൻ തന്നെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. ആ പറഞ്ഞതിന്റെ അപ്പുറത്ത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഈ രേഖയുടെ ഭാഗമായിട്ടോ എന്തെങ്കിലും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പരാമർശത്തെ പിന്തുണച്ച് മുതിർന്ന നേതാവ് ഇ ടി ജയരാജൻ പറയുന്നത് ബഹുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നു എന്ന ബോധം എല്ലാവരെയും നയിക്കണം എന്നതാണ്. അതന്നെ, അതൊക്കെ ഞങ്ങൾക്കെല്ലാം ഉള്ള ബോധമല്ലേ? എല്ലാവർക്കും ഉള്ള ബോധം തന്നെയത്. ശരി. ഈ പ്രതിപക്ഷ ഉപനേതാവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പുനരാലോചനയുണ്ടോ? അല്ലെങ്കിൽ കാരണം അവർ ഇപ്പോഴും ആവശ്യപ്പെടുത്തിരിക്കുകയാണെന്നാണ് നിങ്ങളുടെ വിനോദിഷം പറയുന്നത്. അല്ല, അത് സംബന്ധിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ സാധിക്കുന്നേ ഉള്ളൂ. ഞങ്ങളിപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ മുൻ കീഴ്വഴക്കനുസരിച്ച് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഉപനേതാവും കേരള അസംബ്ലിയുടെ ചരിത്രത്തിൽ ഞങ്ങൾ പ്രതിപക്ഷത്താവുമ്പോൾ CPIM തന്നെയാണ് രണ്ടും കൈകാര്യം ചെയ്യുന്നത്. അത് മുമ്പ് VS അച്യുതാനന്ദനും കോടിയേരി ബാലകൃഷ്ണനുമായിരുന്നു. ഇപ്പോ അത് സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ഈ രീതി തന്നെയാണ് ഉള്ളത്. ഈ പ്രതിപക്ഷ നേതാവിന്റെ മകളുടെ കേസുമായി ബന്ധപ്പെട്ട് ED പരിശോധന നടത്തിയിരുന്നു. ആ കേസുമായി അവിടെ സഹകരിക്കുകയും ചെയ്തു, ചോദ്യം ചെയ്യുന്നു. പക്ഷേ കുറച്ച് നാൾ മുമ്പ് നടന്ന ED ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആക്രമണം അതില് തെറ്റുപറ്റിയെന്ന് ചിന്ത ഇപ്പോഴും CPIM സംബന്ധിച്ചിടത്തോളം അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ED ഉന്നയിക്കുന്ന പ്രശ്നത്തിന്റെ കമ്പനിപരമായ പ്രശ്നങ്ങളൊക്കെ അവർ തന്നെ കൈകാര്യം ചെയ്യും. അതിൽ രാഷ്ട്രീയമായ ഇടപെടൽ നടത്തുമ്പോഴാണ് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് അതിനെ നേരിടുന്നത്. അതുമായി യാതൊരു ബന്ധമില്ലാതെ പിണറായി വിജയനെ അതിലേക്ക് വലിച്ചിഴക്കുകയും പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ രാഷ്ട്രീയമായി തീരുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് EDയുടെ അത്തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടിനെ ഞങ്ങൾ എതിർത്തത്. അതാണ് ആ റെയ്ഡ് ഉൾപ്പെടെ വന്നപ്പോൾ പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് 5-8 മണിക്കൂറൊക്കെ പ്രതിഷേധം വന്നപ്പോഴുണ്ടായ ഒരു സ്വാഭാവിക പ്രതികരണം തന്നെയാണ്
യഥാർത്ഥത്തിൽ അതിന്റെ ഭാഗമായിട്ട് അവസാനം ഉണ്ടായത്. ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്നാണ് ഞങ്ങളുടെ ധാരണ. പക്ഷേ ഈ കെ.എൻ. ബാലഗോപാലിനെ പ്രതിപക്ഷ ഉപനേതാവായി നമ്മൾ തീരുമാനിച്ചു. കെ.എൻ. ബാലഗോപാലിനെ പ്രതിപക്ഷ ഉപനേതാവായി തീരുമാനിച്ചു. പ്രതിപക്ഷ ഉപനേതാവായി ആര് തീരുമാനിച്ചു ഒന്നും പാർട്ടി തീരുമാനിച്ചു. അല്ല, പാർട്ടിക്ക് തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ട് എന്നാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്. അല്ലാണ്ട് തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്, അത്രയേ ഉള്ളൂ. അതുകൊണ്ടൊരു അപകടം സംഭവിച്ചിട്ടില്ലല്ലോ. കാര്യങ്ങളൊക്കെ നല്ലപോലെ തുറന്നു കാണിച്ച് പ്രതിപക്ഷത്തിന്റെ ദൗത്യം നല്ലതുപോലെ നിർവഹിക്കാൻ ഈ 2 സമ്മേളനത്തിന്റെയും ഭാഗമായിട്ട് സാധിച്ചല്ലോ. മാത്രമല്ല, ഗവൺമെന്റിന്റെ 1 മാസം കൊണ്ട് ഇതുപോലെ ഇത്ര ജനവിരുദ്ധമായ നിലപാടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് തുറന്നു കാണിക്കാൻ കഴിഞ്ഞ മറ്റൊരു ഗവൺമെന്റ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു കാര്യം, ഈ സൗജന്യ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു സൗജന്യ യാത്ര. അത് സമ്പൂർണ്ണ സൗജന്യ യാത്ര ഇപ്പോ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ചുരുക്കിയിട്ടുണ്ട്. മാഷ് ശ്രദ്ധിച്ചോന്ന് അറിയില്ല, മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ ഈ സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിന് ആദ്യ ഘട്ടമായിട്ടുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 10 കോടി അനുവദിച്ചത്. ഇനി പരിശോധന നടത്തിയ ശേഷം എല്ലാവർക്കും സൗജന്യം നൽകാൻ കഴിയില്ലല്ലോ, പ്രീമിയം അടയ്ക്കാനുള്ളവരുണ്ടാവും, ഏറ്റവും ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ളവരുണ്ടാവും. അപ്പൊ അതും പൂർണ്ണമായി സൗജന്യമാകാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അല്ലെ, ആ പരിപാടി തന്നെ നടപ്പിലാക്കാൻ ഇവർക്ക് ആവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. 10 കോടി രൂപ മാറ്റിവെച്ചിട്ട് 90 ലക്ഷം കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപ പ്രകാരം കുടുംബാരോഗ്യ പദ്ധതി ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ എങ്ങനെയാ സാധിക്കുക? അപ്പൊ സാധിക്കാത്ത, നടപ്പിലാക്കാനാവാത്ത ഒരു കാര്യം പറയാണ്. ഇത് തന്നെയാണ് KSRTC സൗജന്യ യാത്ര എന്ന് പ്രഖ്യാപിച്ചിട്ട് അവസാനം ഓർഡിനറി ബസ്സിൽ മാത്രമാക്കി ചുരുക്കി. സൗജന്യ യാത്ര നൽകുന്നത് നല്ലത് തന്നെയാണ്, ഞങ്ങൾക്കതിൽ എതിർപ്പൊന്നുമില്ല. പക്ഷെ അത് വാഗ്ദത്ത ലംഘനമാണ്. ഏത് ഓർഡിനറി ബസ്സിൽ മാത്രമാക്കി ആ യാത്ര പരിമിതപ്പെടുത്തിയത്, അതാണ് ഞങ്ങൾ പറഞ്ഞത്. അത്രയേ ഉള്ളൂ ആ കാര്യത്തിൽ. ഞങ്ങളതിൻ്റെ അകത്ത് വേറെ വിമർശനമല്ല ഉന്നയിച്ചത്. പറഞ്ഞ കാര്യം നടപ്പിലാക്കിയില്ല, വഞ്ചിക്കുകയാണ്. 21,000 രൂപ പ്രകാരം ആശാവർക്കർമാർക്ക് കൊടുക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം മിണ്ടുന്നില്ല, ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഇങ്ങനെ ഓരോന്നിന്റെ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കല്ലിടുക, ചിലത് കടലാസിലാകുക. ഇതിന്റെ അപ്പുറത്ത് പ്രായോഗികമായി നടക്കില്ല എന്നാണ് പത്രം തന്നെ പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യചിഹ്നം കൊടുത്തുകൊണ്ടാണ് ആ പത്രം ഇന്നത് എഴുതിയത്. വളരെ നല്ല ഒരു പ്രതികരണമാണ്. സത്യം പറഞ്ഞാൽ അതിന്റെ അകത്ത് എന്തെല്ലാം കാര്യം ഈ ബഡ്ജറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒറ്റ ചോദ്യം കൊണ്ട് പദ്ധതിയുണ്ട്, പണം എവിടെ? പണം ഇല്ല, ഇതാണ് കാര്യം. ഇതാ ബഡ്ജറ്റ്. അതെ.